ഹലോ ഫ്രണ്ട്സ്, നിങ്ങളൊരു അച്ഛനോ അമ്മയോ ആരെങ്കിലും ആണെങ്കിൽ നിങ്ങളുടെ മനസാക്ഷിയെ ഒന്ന് ഞെട്ടിച്ചിട്ടുള്ള ഒരു സംഭവമായിരിക്കും കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ഒരു 16-കാരി പ്രസവിച്ചു എന്നുള്ള ഒരു വാർത്ത അല്ലേ. അതിന് കാരണമായതോ 14-കാരനായ സ്വന്തം സഹോദരൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വാർത്ത കേട്ട ടൈമിലുള്ള ആ ഒരു ഞെട്ടൽ ഇന്ന് ഈ നേരം വരെ മാറിയിട്ടില്ല എന്ന് വേണം പറയാനും. അതിന് പിന്നിലുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ഞാനും ഒരു ഉമ്മയാണ്, അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടിയുടെ ഉമ്മയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വേദന എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേ. നമ്മളൊരു അമ്മയാണ്, നമ്മളൊരു പെൺകുട്ടിയുടെ ഉമ്മയാണ് എന്നത് കാരണം തന്നെ ഇത്തരത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ അനുഭവം കേൾക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത് മനസ്സുകൊണ്ട് തന്നെ തൊട്ടറിയാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പം നമ്മുടെ മനസ്സിലും ആ ഒരു പേടി ഉണ്ടാവും. നമ്മുടെ മക്കളും നാളെ വളർന്നു വലുതാവുകയാണ്, അവരവരുടെ കസിൻസിൻ്റെ കൂടെയും അവരുടെ സ്വന്തം സഹോദരന്മാരുടെ കൂടെയും അല്ലേ, സ്കൂളിലും കൂട്ടുകാരുടെ കൂടെയും ഒക്കെ ഇടപഴകേണ്ടതാണ് അല്ലേ. അവർ വളർന്നു വരുന്നൊരു പ്രായമാണ്. ഇതിൽ നിന്നൊന്നും നമുക്ക് അവരെ പിടിച്ചു വെക്കാൻ പറ്റില്ല അല്ലേ. നമ്മുടെ കുട്ടികൾ ഇനിയിപ്പോൾ ഇങ്ങനൊരു സംഭവം നമ്മുടെ ലോകത്ത് നടന്നു എന്ന് കരുതിയിട്ട് ഞാൻ ഒരിക്കലും എൻ്റെ മകളെ എനിക്ക് ഒത്തിപ്പിടിച്ച് വളർത്താൻ വേണ്ടി പറ്റില്ല. അവളുടെ സ്കൂളിലേക്കുള്ള ആവശ്യത്തിന് അവളെ വിടണം, മദ്രസ പഠനത്തിന് വേണ്ടി വിടണം, അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവൾക്ക് പുറത്ത് പോകേണ്ടതുണ്ട് അല്ലേ. അവളുടെ ജീവിത സാഹചര്യത്തിന് വേണ്ടി നമുക്ക് അവരെ അയക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവർ പല ആളുകളുമായിട്ട് ഇടപഴകുന്നത് ഫ്രണ്ട്സ് ആയാലും എന്താ പറയുക കസിൻസ് ആയാലും സഹോദരങ്ങളായാലും ഇവരുടെ കൂടെയൊക്കെ അവർ ഇടപഴകേണ്ടി വരും. അവർ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു വരുന്നത്. അതൊന്നും നമുക്ക് വേണ്ട എന്ന് വെക്കാൻ പൂർണ്ണമായിട്ടും അതൊന്നും നിങ്ങൾ ഇടപഴകരുത്, നിങ്ങളിങ്ങനെ ഒറ്റ രീതിയിൽ വളർന്നാൽ മതി, നീ ആരുടെ കൂടെ മിണ്ടരുത് എന്നൊന്നും പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ മക്കളെ വളർത്താൻ വേണ്ടി പറ്റില്ല. ഈ ഒരു 16-കാരി പ്രസവിച്ചത് 14-കാരൻ സ്വന്തം സഹോദരൻ്റെ കാരണം. ഇതിൽ നമുക്ക് ആരെയാണ് തെറ്റ് പറയാൻ പറ്റുക? 16ഉം 14 വയസ്സുമുള്ള ഈ ഒരു പ്രായത്തിലുള്ള മക്കളെ അവർക്ക് നമുക്ക് പൂർണ്ണമായിട്ടും അവരെ തെറ്റ് പറയാൻ പറ്റും? ഞാനൊരു ഉമ്മ എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, തീർച്ചയായിട്ടും ഈ ഒരു തെറ്റിന്, അവർക്ക് സംഭവിച്ചിട്ടുള്ള ഈ ഒരു തെറ്റിന് അവരെ പൂർണ്ണമായിട്ടും നമുക്ക് കുറ്റപ്പെടുത്താനാവില്ല. അതിൽ 90% തെറ്റ് എന്ന് പറയുന്നത് ഇവരുടെ മാതാപിതാക്കളുടെ ഭാഗത്താണ് അല്ലേ. നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് നമുക്കൊരു കുട്ടിയായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ കുട്ടികളെടുത്ത് അല്ലേ. ഏതൊരു വ്യക്തികളോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ കുട്ടികളെടുത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം. അപൂർവമായിട്ടുള്ള ആളുകളാണ് എനിക്കിപ്പോഴും എൻ്റെ ഭാര്യേൻ്റെ അടുത്താണ് സ്നേഹം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അടുത്താണ് സ്നേഹം എന്ന് പറയുന്നത്. അത് വളരെ നന്നായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ മെച്യൂരിറ്റി ആളുകളും പറയുന്ന ഒരു കാര്യം, എനിക്ക് എൻ്റെ കുട്ടികളോടാണ് സ്നേഹം, ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്ന് തന്നെ പല ആളുകളും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. പല ആളുകളും എന്താ പറയുക, ഭാര്യയും ഭർത്താവൊക്കെ തമ്മിൽ പിരിഞ്ഞാലും അവർ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഞാൻ ഇനിയൊരു കല്യാണം കഴിക്കില്ല, ഞാൻ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കും എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മുടെ ലൈഫിലൊരു കുട്ടി ആയിക്കഴിഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ നമ്മുടെ കുട്ടികൾക്കാണ് കൊടുക്കാറ് അല്ലേ. പിന്നീട് നമ്മൾ എന്താ പറയുക, പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ കല്യാണം കഴിഞ്ഞ് നമുക്കൊരു കുട്ടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് പിന്നീട് ഫുള്ളായിട്ട് നമ്മൾ അവർക്ക് വേണ്ടി മാറ്റി വെക്കുകയാണ്. അവിടെ നമ്മൾ വേറെ ഒന്നും കാണുന്നില്ല, നമ്മുടെ ഇഷ്ടങ്ങൾക്കോ നമ്മുടെ ആഗ്രഹങ്ങൾക്കോ ഒന്നും തന്നെ നമ്മൾ അധികമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. പിന്നീട് അങ്ങോട്ട് നമ്മൾ ജീവിക്കുന്നത് തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അത്തരത്തിൽ ജീവിക്കുന്ന നമ്മളുടെ കയ്യിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു തെറ്റ് പറ്റുക എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അത് നമ്മളുടെ തന്നെ തെറ്റാണ് അല്ലേ. ഈ ഒരു കുട്ടി 16 വയസ്സുള്ള ഒരു കുട്ടി പഠിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഈ ഒരു കുട്ടി പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുട്ടിയാണ് പ്രസവിച്ചത്. അപ്പോൾ ഇത്രയും കാലം ആ ഒരു കുട്ടിക്ക് ഉണ്ടായ മാറ്റം അത് ഈ അമ്മയ്ക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും അമ്മ എന്ന നിലയിൽ, അല്ലെങ്കിൽ അമ്മ എന്നുള്ള ഒരു വാക്കിന് ആ ഒരു സ്ത്രീ ഒരിക്കലും അർഹയല്ല. പിന്നെ ഇവരെ പറ്റിയിട്ട് എനിക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടിയിട്ടില്ല. ഇവർ വയ്യാതെ കിടക്കുന്ന സ്ത്രീയാണോ അല്ലെങ്കിൽ മക്കളെ വിട്ടിട്ട് പോയതാണോ ഒന്നും പക്ഷേ നിലവിൽ അങ്ങനെ ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു എന്ത് തന്നെ ആയാലും ഒരു അമ്മയില്ലാതെ ഒരു വീട്ടിലൊരു സ്ത്രീ ഒരിക്കലും വളരില്ല, ഒരു കുട്ടി ഒരിക്കലും വളരില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം 2 മക്കളാണ്. അപ്പോൾ എന്തായാലും ഒരു സ്ത്രീയുടെ സാന്നിധ്യം ആ ഒരു വീട്ടിലുണ്ടായിരിക്കും, തീർച്ചയാണ്. ഉണ്ടായിട്ട് കൂടി പൂർണ്ണ വളർച്ച എത്തിയിട്ട് ഒരു തൻ്റെ മകൾ ഈ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് വരെ ഈ അമ്മ ഈ സത്യം അറിഞ്ഞില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർ ഇതിൽ മറച്ചു വെച്ചിട്ടുണ്ട് എന്ന് വേണം തന്നെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് അല്ലേ. കുട്ടികളാണ് സ്കൂൾ വിട്ട് വരുന്ന ഒരു ടൈം, അവരോട് കൗൺസിൽ ചെയ്ത ടൈമിൽ, കുട്ടികളോട് ചോദിച്ച ടൈമിൽ കുട്ടികൾ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ, ഞങ്ങളിതൊരു രസത്തിന് വേണ്ടി ചെയ്തതാണ് എന്ന്. കണ്ട, അവർക്കതൊരു തമാശ രീതിയിലായിരുന്നു. ഇതിനെപ്പറ്റിയുള്ള സീരിയസും കാര്യങ്ങളോ ഒന്നും തന്നെ ഒരു പക്ഷേ അവരതിനെക്കുറിച്ചിട്ടൊന്നും അധികം ബോധവാന്മാരായിരിക്കില്ല. അപ്പോൾ ഒരു തമാശ രീതിയിൽ പോയി പിന്നെ അത് പിടിച്ച് വെക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു ബന്ധമായിട്ട് മാറി. അപ്പം അവിടെ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മക്കളങ്ങോട്ട് വലുതായി കഴിഞ്ഞാൽ മക്കളെ തനിയെ കെടുത്തുക, പിന്നെ പാരൻസ് ഒരുമിച്ച് കെടുക്കുക, ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മക്കൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് കെടുത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ തന്നെ സ്വന്തം കുട്ടികളായിട്ടുള്ള ഒരു ആണിനെയും പെണ്ണിനെയും സെപ്പറേറ്റ് ആയിട്ട് കെടുത്തുമ്പോൾ
അതിൽ വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ. നമ്മുടെ സമൂഹത്തിൻ്റെ പോക്ക് അങ്ങനെയാണ്. ഇതിൽ നമുക്ക് കുട്ടികളെ തെറ്റു പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കാണുന്ന കാലഘട്ടം അല്ലെങ്കിൽ അവർ കാണുന്ന സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇപ്പോഴത്തെ നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നാൽ നമുക്ക് മനസ്സിലാവും. ആദ്യമൊക്കെ പറയായിരുന്നു നമ്മൾ ബാഡായിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടാലാണ് തുടർന്ന് അത്തരത്തിലുള്ള വീഡിയോസ് നമ്മുടെ ഫോണിൽ വരിക എന്നൊക്കെ പറയായിരുന്നു. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ തന്നെ അല്ലേ ഇത്തരത്തിലുള്ള ന്യൂസ് എന്താ പറയുക വീഡിയോസാണ് നമ്മുടെ ഫോണിലേക്ക് വരുന്നത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ. അതും വൾഗറായിട്ടുള്ള വീഡിയോസ് കാണിക്കുക മാത്രമല്ല എന്താ പറയുക സംസാര ശൈലിയിലൂടെ തന്നെ അല്ലേ അത്തരത്തിലുള്ള വോയിസ് വരെ കൊടുത്തിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ കയ്യിൽ വരുന്നത്. ഇപ്പം നമുക്കറിയാം നമ്മുടെ കുട്ടികളൊക്കെ ഇൻഷോട്ടിൽ അല്ലേ വീഡിയോ വേഗം എഡിറ്റ് ചെയ്തിട്ട് സ്റ്റാറ്റസ് വെക്കും. ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ അറിയാത്ത കുട്ടികൾ വളരെ ചുരുക്കമായിരിക്കും. അത്രയും എല്ലാ മക്കൾക്കും എഡിറ്റ് ചെയ്ത് സ്റ്റാറ്റസൊക്കെ വെക്കാൻ അറിയുന്ന ഒരു കാലഘട്ടമാണ്. മിക്കവാറും കുട്ടികൾ എഡിറ്റ് ചെയ്യുന്നൊരു സംഭവമാണ് നമ്മുടെ ഇൻഷോട്ട് എന്ന് പറയുന്നത്. ആ ഒരു ഇൻഷോട്ടിലുള്ള അവസ്ഥ ഇപ്പോൾ ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ ആ ഒരു ഇൻഷോട്ടിൽ വീഡിയോസും കാര്യങ്ങളും എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിൽ വരുന്ന പരസ്യങ്ങൾ അത്രയും വൾഗറായിട്ടുള്ള രീതിയിലുള്ള പരസ്യങ്ങളാണ് അതിൽ വരുന്നത്. മോശമായിട്ടുള്ള വീഡിയോസും വോയിസുമാണ് അതിൽ വരെ വരുന്നത്. പിന്നെ ഈ ഒരു സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കാത്ത മക്കൾ കുറവാണ്. അപ്പോൾ ഇതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവരുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കാണുമ്പോൾ ഇതറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി മക്കളുടെ ഉള്ളിൽ വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു സഹോദരനും സഹോദരിയും കൂടി ഒരുമിച്ച് ഫോൺ കാണുമ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് അവരുടെ മുന്നിലേക്ക് വരുമ്പോൾ അവരുടേത് കൗമാരപ്രായമാണ് അല്ലേ. 16-17 വയസ്സെന്ന് പറയുന്നത് കൗമാരത്തിലേക്ക് അടുക്കുന്ന പ്രായമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് അവരുടെ മുന്നിലേക്ക് വരുമ്പോൾ അതറിയാനുള്ള ഒരു താല്പര്യം എന്താണ് അത് എന്നുള്ള അറിയാനുള്ള ഒരു താല്പര്യം അവരുടെ ഉള്ളിൽ കൂടും. അപ്പോൾ അവർ തമ്മിൽ പരസ്പരം സംസാരിച്ചിട്ട് ചിലപ്പോൾ ഈ ഒരു രീതിയിലേക്ക് എത്തുന്നതായിരിക്കും. അത് ഇത്രയും നാൾ തുടർന്ന് ഇങ്ങനെ ഒരു സ്റ്റേജിൽ വരെ എത്തിയിട്ടും അവരുടെ വീട്ടുകാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരമ്മ അച്ഛനെന്ന നിലയിൽ അവർ വളരെ പരാജിതരായിട്ടുള്ള ആളുകൾ തന്നെയാണ് അല്ലേ. നമുക്ക് അമ്മയെ മാത്രം കുറ്റം പറയാം, സ്ത്രീയെ മാത്രം കുറ്റപ്പെടുത്തണമെന്ന് പറയുന്നില്ല. പക്ഷേ ഒരു മകളുടെ നമ്മുടെ കുട്ടികളുടെ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ പീരിയഡ്സ് ടൈമൊക്കെ ഇങ്ങനെ തെറ്റി വരുമ്പോൾ അത് ഒരു പക്ഷേ അച്ഛന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് വരാം അല്ലേ സ്വാഭാവികമായിട്ട്. പക്ഷേ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണ് നമ്മളമ്മ. ആ ഒരു വേദനകളും കാര്യങ്ങളും ഒക്കെ സഹിച്ചിട്ടാണ് നമ്മളമ്മ എന്നുള്ള ഈ ഒരു നിലയിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പം നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അപ്പോഴും അത് മനസ്സിലാക്കാതെ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് അവർ പറയുന്നത് പച്ചക്കള്ളമായിട്ടുള്ള ഒരു കാര്യമാണ്. അവരെല്ലാം അറിഞ്ഞ് അതിന് നിന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. ഒരു എന്താ പറയുക ഇവർക്ക് മാത്രമല്ല ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു അമ്മ എന്ന നിലയിൽ എല്ലാവരും സ്ത്രീകൾക്കും ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇവർ ഈ ഒരു എന്താ പറയുക നമുക്ക് മുന്നിലിപ്പോൾ ഇവർ കാണിച്ചു തന്നിട്ടുള്ളത് അല്ലേ. നമുക്കെല്ലാവർക്കും മക്കളുള്ളതാണ്, അവരൊക്കെ സഹോദരങ്ങളുടെ കൂടെ ഇടപഴകേണ്ടതാണ്. ഇനി എല്ലാവരും ആ ഒരു കണ്ണിലായിരിക്കും എല്ലാവരെയും കാണുക. ഒരുപാട് നല്ല ബന്ധത്തിൽ പോകുന്ന ഒരുപാട് സഹോദരങ്ങൾ നമുക്കിടയിലുണ്ട്. ഒരു മോശ രീതിയിൽ പോലും തൻ്റെ സഹോദരിയെയും സഹോദരനെയും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാത്ത ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. പക്ഷേ അവരെ പോലും ഒന്ന് വിശ്വസിച്ചിപ്പോൾ നമുക്ക് അല്ലേ നോക്കാൻ പറ്റാത്തൊരു അത്തരത്തിലുള്ളൊരു പ്രവൃത്തിയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്താ പറയുക തീർച്ചയായിട്ടും ഒരു അമ്മ എന്ന നിലയിൽ ആ ഒരു സ്ത്രീ അത്രയും പരാജിതയായിട്ടുള്ളൊരു സ്ത്രീയാണ്. അമ്മ എന്നുള്ളൊരു വാക്കിന് ആ ഒരു സ്ത്രീ കാരണം വന്ന കളങ്കണ്ടല്ലോ അതെന്നും അവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളെ മാക്സിമം ശ്രദ്ധിക്കുക. അവർ ഇടപഴകുന്നതും ഒന്നും തെറ്റാണെന്ന് പറയുന്നില്ല. പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ അല്ലേ നമുക്കറിയാം നമ്മുടെ മക്കളെ എങ്ങനെയാണ് അല്ലേ അവരുടെ ഓരോ ഘട്ടത്തിൽ അവരെങ്ങനെയാണ്. അപ്പോൾ അത് നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു സംശയമുണ്ടെങ്കിൽ അത് അവരോട് ചോദിച്ചറിഞ്ഞ് ക്ലിയർ ചെയ്യാനുള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ കുറച്ച് നേരം അവരുടെ കൂടെ ഇരുന്നിട്ട് എന്താണ് അവരുടെ പ്രശ്നം അവരുടെ മുഖത്തൊരു ഭാവവ്യത്യാസം വന്നാൽ അത് ചോദിച്ചറിഞ്ഞിട്ട് വിടേണ്ട ഒരു കടമ നമുക്കുണ്ട് അല്ലേ. നമ്മളത് ആ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നമാവും എന്ന് കരുതിയിട്ട് നമ്മളത് ബോധർ ചെയ്യാതെ വിടരുത്. അവരുടെ മുഖം ഒന്ന് വാടിയാൽ ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്നത് നമുക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മളത് ക്ലിയർ ചെയ്യുക എന്താണ് നിൻ്റെ പ്രശ്നം. അല്ലെങ്കിൽ എന്നും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അവരോട് ചോദിക്കുക ഇന്ന് എന്തൊക്കെയാണ് സ്കൂളിൽ നടന്നത്, റോഡിൽ വെച്ച് ആരൊക്കെ കണ്ടു, എന്തൊക്കെ പറഞ്ഞു നിൻ്റെ ഫ്രണ്ട്സുമായിട്ട്. നമ്മൾ ആ ഒരു എന്താ പറയുക ആ ഒരു ബോണ്ടില്ലേ നമുക്കും നമ്മുടെ മക്കളുടെ ഇടയിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ എല്ലാവരുടെ മനസ്സിലും അല്ലേ സ്വന്തം സഹോദരനെയും സഹോദരിയെയും പോലും ഒരു സംശയത്തിൻ്റെ കണ്ണിൽ കാണേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഈ ഒരു സംഭവം നമ്മുടെ മുന്നിൽ വന്നെത്തിച്ചിട്ടുള്ളത്.